നിങ്ങൾക്കറിയുന്നത് പോലെ മലയാളി ജനസമൂഹമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അർജുന് വേണ്ടി കാത്തിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും കർണാടക സംസ്ഥാനം പ്രത്യേകിച്ചും ഈ അർജുനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ തെരച്ചിലിൽ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മിഷൻ ഷിരൂർ 11ാം ദിവസത്തിലേക്ക്. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ കാലാവസ്ഥ അനുകൂലമാവുകയും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറയുകയും ചെയ്താൽ നാവികസേനാ സംഘം പുഴയുടെ അടിത്തട്ടിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ ഇത്രയും അടിയൊഴുക്ക് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഴങ്ങളിൽ പോയി തെരച്ചിൽ നടത്തുന്നത് ആത്മഹത്യാപരമാണ് എന്ന് വിദഗ്ധർ പറയുകയാണ്. മഴ ശക്തമായി, ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രോൺ പരിശോധന തടസ്സപ്പെട്ട ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ. ഇന്ന് വെളുപ്പിന് തുടങ്ങാമെന്ന ധാരണയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഉത്തര കന്നഡ ജില്ലയിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. അവിടെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രക്ഷാദൗത്യത്തിന് എല്ലാ വിവരങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ദൗത്യ സംഘം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ നമുക്കറിയാം. അവിടുത്തെ കാലാവസ്ഥ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നു എന്നതും അതുപോലെ അവിടുത്തെ പരിശോധനയൊക്കെ വളരെ വളരെ വെല്ലുവിളികൾക്ക് മുമ്പിലുമാണ്. കാരണം വിങ്ങി നിൽക്കുന്ന 2 മലകൾക്ക് കീഴെയാണ് ഈ അഭ്യാസമെല്ലാം ഈ ദൗത്യ സംഘം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന വാർത്താ സംഘവും. ആഷ്മി താജ് ഇബ്രാഹിം, ശ്രീകാന്തും, ഷബീദ് റാവുത്തറും, അരുൺ ഭൂപ്പറമ്പയും അരുൺ പാറക്കലുമൊക്കെ, അതുപോലെ നമ്മുടെ ക്യാമറമാന്മാരും നമ്മുടെ മറ്റുള്ള ക്രൂവും ഒക്കെ തന്നെ ഇത്തരം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അവിടെ തുടരുകയാണ്. കാര്യം അർജുന് വേണ്ടി നാട് മുഴുവൻ ഉത്കണ്ഠയോടെ നിൽക്കുന്ന വേളയിൽ ഇതിൽ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മുടെ വാർത്താ സംഘം. ഒരുപക്ഷെ ഈ കോഴിക്കോട് സ്വദേശി, കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എങ്ങോട്ട് പോയി, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആത്മാർത്ഥമായ കാത്തിരിപ്പാണ് മലയാളികളും ജനസമൂഹം ലോകമെമ്പാടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ആഷ്മിയിലേക്ക് പോകാം. അതിരാവിലെ കനത്ത മഴയ്ക്ക് നടുവിലായിരുന്നു ആഷ്മി താജ് ഇബ്രാഹിം. മാത്രമല്ല മഴ കൂടാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാറ്റും അവിടെ ശക്തമാകുന്നു. അടിച്ചു പറത്തുന്ന കാറ്റാണ്. കുടയൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആഷ്മി, ഗുഡ് മോർണിംഗ്. നല്ല പ്രഭാതമല്ല അവിടെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കാറ്റും മഴയും അല്പം ഒന്ന് ശമിച്ചിട്ടുണ്ടോ? ദൗർഭാഗ്യവശാൽ ഇന്ന് ഷിരൂരിൽ രാവിലെ മുതൽ തന്നെ അതിഭീകരമായ കാറ്റാണ്, അതിമാരകമായ കാറ്റും മഴയുമാണ്. അത് ഈ രക്ഷാദൗത്യത്തെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിൽക്കാമെന്ന് വിചാരിച്ച, പക്ഷേ കുടയില്ല നിൽക്കുന്ന നടക്കില്ല. അപ്പോൾ ഈ രക്ഷാദൗത്യത്തെ വല്ലാത്ത രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുകയാണ് അസ്കേൻ. അതിന് കാരണം ഇനി ഈ രക്ഷാദൗത്യം ഒരടിയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അസ്കേൻ നമ്മുടെ നേവി ഡൈവർമാരുടെ സംഘം അതിനുള്ളിലേക്ക് ഇറങ്ങണം. അതിനുള്ളിൽ ഇറങ്ങി ഡ്രോൺ കണ്ടെത്തിയ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 എന്നീ മേഖലകൾ കൃത്യമായ പരിശോധന നടത്തണം. നേർക്കുനേർ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ ദൗത്യം ഒരടിയെങ്കിലും മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ അത് ഇന്നും സാധ്യമാകുമോ എന്ന കാര്യം സംശയമാണ് അസ്കേൻ. കാര്യം ഇന്ന് രാവിലെ അതിശക്തമായ പെരുമഴ, ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ മാത്രമല്ല ഈ ഗംഗാവാലി പുഴയിലേക്ക് വെള്ളമൊലിച്ചു വരുന്ന മലയോരങ്ങളിൽ, അവിടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ രാത്രി വെളുക്കെ അതിശക്തമായ പെരുമഴയായിരുന്നു എസ്കേൻ പെയ്ത്. അപ്പോൾ ഈ വെള്ളം അത്രയും ഈ ഗംഗാവാലി പുഴയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ പുഴയിലെ ഇൻഫ്ലക്സ് കൂടും. അവർക്ക് നാവികസേന സംഘാംഗങ്ങൾക്ക് അതിനുള്ളിലേക്ക് ഡൈവ് ചെയ്യുന്ന ആലോചിക്കാൻ പോലും കഴിയാത്ത കുത്തൊഴുക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എസ്കേൻ. ഇന്നലെ പറഞ്ഞു, ഇന്നലെ 6 മുതൽ 8, ഇന്നലെ 6 to 8 നോട്ട്സ് ആയിരുന്നു ഇന്നലെ അവിടെ കുത്തൊഴുക്കിന്റെ തീവ്രത. ഇന്നിപ്പോൾ ഇത്രയും വെള്ളം കൂടി വരികയാണെങ്കിൽ അത് അതിന് മുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ 2 to 3 നോട്ട്സ് ആണെങ്കിൽ മാത്രമേ ഈ നേവി ഡൈവർ സംഘങ്ങൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതെന്തായാലും 2 to 3 പോലും അത്ര ബുദ്ധിമുട്ടാണ്. ഇന്നലെ മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്മളോട് പറഞ്ഞത് ഈ 6 to 8 സാഹചര്യത്തിൽ അതിനകത്തേക്ക് ഒരു നേവി ഡൈവർ സംഘം ഇറങ്ങുന്നത് സൂയിസൈഡലാണ്, ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ
8-ന് മുകളിലേക്ക് 10-ന് മുകളിലേക്കൊക്കെ ഉറപ്പായും ഈ വെള്ളം എത്തുമ്പോൾ അത് മാറും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഡൈവിംഗ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ അസാധ്യമാകുന്ന സാഹചര്യമുണ്ട്. എസ്കേൻ ആ ഡൈവിംഗ് സാധ്യമാകുന്നില്ലെങ്കിൽ ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകൽ വലിയ പ്രതിസന്ധിയിൽ പെടും. അതിനിടയിലാണ് മഴ. എസ്കേൻ, നമ്മൾ ഇന്നലെ രാത്രി ഈ ദുരന്തമുണ്ടായ കേരളത്തെയും രാജ്യത്തെയും ഒന്നാകെ ഞെട്ടിച്ച ഈ ദുരന്തമുണ്ടായ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ പോലീസിന്റെ പ്രത്യേക പെർമിഷനോടെ നമുക്ക് മാത്രം അതിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ തീരങ്ങളിലെ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തീരങ്ങളിലെ പരിശോധന ഈ ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ചുള്ള സാനി എക്സ്കവേറ്റർ ഇന്നലെ കാർവാർ MLA-യുടെ നേതൃത്വത്തിൽ, അവിടുത്തെ SP യുടെ നേതൃത്വത്തിൽ, അവിടുത്തെ ഉന്നത പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അവർ മൊത്തം രാത്രി മുഴുവൻ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇന്ന് ഉദ്ദേശിച്ചിരുന്നത്. രാത്രിയായപ്പോഴേക്കും മഴ അതിഭീകരമായി പെയ്തു തുടങ്ങിയപ്പോൾ ആ ദൗത്യം എങ്ങനെയായി എന്ന കാര്യം അറിയില്ല. രാത്രി വൈകി കാർവാർ MLA ഒന്ന് ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ PA ആണ് എടുത്തത്. അദ്ദേഹം MLA-ക്ക് ഫോൺ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ ദൗത്യത്തിന്റെ ആ ദൗത്യം എന്തായി എന്നുള്ള കാര്യം രാവിലെ ഒന്ന് MLA ഫോണിൽ വിളിക്കാമെന്ന് കരുതുകയാണ്. ഇന്നലെ പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാർവാർ SP-യും MLA-യും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, അവർ സംശയിക്കുന്ന മറ്റൊരു പോസിബിലിറ്റിയെ കുറിച്ച് പറയുകയാണ്. ഈ അർജുൻ ഈ ചായക്കട ഈ അർജുൻ അവിടെ തന്നെ ഉണ്ടോ, ഈ ലോറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന സംശയം ഇപ്പോൾ അവർ കുറച്ചുകൂടി ബലപ്പെട്ട് സംശയിക്കുന്നു. അർജുൻ ഈ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ രാവിലെ എത്തിയിരുന്നു എന്ന് സംശയിക്കുകയാണ്. അതിന് കാരണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഈ റോഡിന്റെ നേരെ അങ്ങേക്കര, ഈ ദുരന്ത ഭൂമിയിൽ റോഡിന് നേരെ അങ്ങേക്കര ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതൊരു നിത്യഹരിത വെള്ളച്ചാട്ടമാണ്. ഏത് കൊടിയ വേനൽക്കാലത്തും ആ വെള്ളം പറ്റാത്ത ഒരു നീരുറവയാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡ്രൈവർമാരുടെ ഒരു അട്രാക്ഷൻ സ്പോട്ട് ആവുന്നത്. അവിടെ നിൽക്കാം, അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം, അവിടെ അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ കഴുകാം. അതിനുശേഷം ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ വണ്ടി ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കാം. അതിനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു ഈ ഡ്രൈവർമാർ ഡെസ്റ്റിനേഷനായി മാറുന്നത്. അപ്പോൾ അവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഖം കഴുകിയ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് വണ്ടിയിൽ നിന്നിറങ്ങി, ഏതാണ്ട് ഇതേ സമയത്താണ്, ഒരു 8 മണിയോടുകൂടി വണ്ടിയിൽ നിന്നിറങ്ങി ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഖം കഴുകിയ ഒരാൾ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറിപ്പോയി എന്ന ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട്. അത് അർജുനാണോ എന്നൊരു സംശയം കാർവാർ SP ഇന്നലെ ബലമായി സംശയിക്കുന്നു. അതിന് പ്രധാനമായി കാരണമായി പറയുന്നത് ഈ ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഏറ്റവും ഒടുവിലായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്. ആ ഫോണിൽ അവർ പറയുന്നത് കടയിൽ കുറെ അധികം ആളുകൾ അവരുടെ ബന്ധുവിനെ മറ്റോ ആണ്, കടയിൽ കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്, അവർ 8 ദോശ ഓർഡർ ചെയ്തിരിക്കുന്നു എന്ന് നർമ്മ സംഭാഷണ രൂപേണ ഈ ബന്ധുവിനോട് പറഞ്ഞ ഒരു ഫോൺ സംഭാഷണമാണ് ശാന്തയുടെ അവസാന ഫോൺ സംഭാഷണം. അപ്പോൾ ഈ കുറേ പേർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ 4 പേരുണ്ട് എന്ന പല അർത്ഥങ്ങൾ അനുമാനിക്കുന്നു അന്വേഷണ സംഘം. അതിൽ ഒരാൾ ആ കടയിലെ ജീവനക്കാരൻ തന്നെയാണ്. ബാക്കി 2 പേരുടെ കാര്യത്തിൽ ഇതിനോടകം തീരുമാനമായിട്ടുണ്ട്. ഈ ശരവണനടക്കം അതിന്റെ വിവരങ്ങൾ, ഇപ്പോൾ ശരവണ DNA ടെസ്റ്റ് ഫലം അന്തിമമായി ഇന്നലെ പുറത്തേക്ക് വന്നു. അതടക്കം തീരുമാനമായിരിക്കുന്നു. ഇനിയുള്ളത് ബാക്കി ഒരാൾ ആരാണ് എന്ന സീരിയസ് ഡൗട്ട് അന്വേഷണ സംഘം വെച്ച് പുലർത്തുന്നു. അത് അർജുനാണോ എന്നതിനെ കുറിച്ചുള്ള ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്.